ഹലോ ഡിയേഴ്സ് എന്നൊരു അടിപൊളി പാനിപ്പൂരിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ പൂരി നമ്മൾ ഉണ്ടാക്കുന്നതല്ല, റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ ഫില്ലിങ്ങും അതുപോലെ തന്നെ 2 ടൈപ്പ് പാനികളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈസിയാണെന്ന് മാത്രമല്ല, നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിലേറെ അടിപൊളിയാണ്. പിന്നെ ധൈര്യത്തോടെ നമുക്ക് കഴിക്കട്ടോ, നമ്മൾ ഉണ്ടാക്കണതല്ലേ. അപ്പോൾ നമുക്ക് വൃത്തിക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. നമ്മൾ ഉണ്ടാക്കി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈസിയാണെന്ന് താനും. അപ്പം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി. ഇത് ഞാൻ 3ാമത്തെ തവണയായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തത്. ഫസ്റ്റ് ഞാനൊരു ഫംഗ്ഷന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും വന്നപ്പോൾ ഓരിങ്ങനെ കൊടുന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ അന്ന് കഴിച്ചവരൊക്കെ വേഗം റെസിപ്പി യൂട്യൂബിലിടുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഉണ്ടാക്കിയത് ഞാൻ ഇങ്ങനെ വിരുന്ന് വന്നവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അപ്പോൾ എനിക്ക് ധൃതി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പറഞ്ഞു വരുന്നത് ഇതാണ്. പിന്നെ ഞാൻ എന്തായാലും ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ റെസിപ്പി പറഞ്ഞുതരാണ്. ആദ്യം നമ്മൾ കുറച്ച് പൊട്ടാറ്റോ, നിങ്ങൾക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ച് പൊട്ടാറ്റോ ബോയിൽ ചെയ്യാൻ പോവാണ്. ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതില്ല. അപ്പം നിങ്ങൾ എത്ര പാനിപ്പൂരിയാണ് പൊരിക്കണതൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് കണക്ക് പറയാത്തത്. അപ്പോൾ ഇതൊരു കുക്കറിലിട്ടിട്ട് 4 വിസിലടിപ്പിക്കാം. അതിനു ശേഷം നമ്മൾ വേഗം ഈ പാനിപ്പൂരികളിലെ പൂരിയൊക്കെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ മസാല വിത്ത് കിട്ടും, അല്ലാണ്ട് തന്നെ നമുക്ക് തൂക്കിയിട്ടോ അല്ല പാക്കറ്റൊക്കെ ആയിട്ട് കിട്ടും. വലിയ പ്രൈസൊന്നുമില്ല. 1 കിലോന് എത്രയും 120 ഉള്ളൂ കേട്ടോ. അങ്ങനെ വാങ്ങിച്ചാൽ ഈ 120 രൂപക്ക് വാങ്ങിച്ചാൽ നമുക്കൊരു 4-5 മാസത്തിനുള്ള ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഊഹം. സാധാരണ കുറച്ച് ആൾക്കാരുള്ളൊരു വീട്ടിലാണെങ്കിൽ. അല്ലെങ്കിലും അത്യാവശ്യം നല്ല നമ്പേഴ്സ് ഉണ്ട്. ഞാനിതൊരു 4-5 തവണയായി ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു 10-20 ആൾക്കുള്ള ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ 3-4 തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായല്ലോ. കുറച്ചെടുത്ത് പൊരിച്ചാൽ തന്നെ നല്ല പൊന്തിയിട്ട് വരും. നല്ല ചൂടിൽ എണ്ണ ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. പിന്നെ ഇത് നമ്മൾ കുറച്ചിട്ട് പൊരിക്കുമ്പോൾ അത്രയും സൈസായി വരില്ല, കുറച്ച് തിക്കായിട്ട് ഇട്ട് വെക്കുക. ഇങ്ങനെ വലുതായി വരുമ്പോൾ ഇങ്ങനെ തിക്കി തിരക്കി നിൽക്കണം, എന്നാലാണ് കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ പൊരിച്ചെടുക്കുക. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവാൻ നിൽക്കുന്നതാവുമ്പോൾ നമ്മൾ കോരിയിട്ടെടുക്കുക കേട്ടോ. അത് വിചാരിച്ച് നിങ്ങൾ 2 സൈഡും ബ്രൗൺ ആവാനൊന്നും നിൽക്കണ്ട. കാരണം നമ്മൾ കരുതുന്ന പോലെയല്ല, ഇത് ഒരു സൈഡ് നമ്മൾ മറിച്ചിടുമ്പോൾ അപ്പുറത്തേക്ക് അങ്ങനെ ഉരുണ്ടിട്ട് പോവുക ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമ്മൾ എണ്ണയിൽ കോരിയെടുക്കുകയാണ്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യം തോന്നിയത് എന്താ വെച്ചാൽ, ഇതിൽ എത്ര ആയാലും അങ്ങനെ എണ്ണയൊന്നും കുടിക്കണില്ല. നമ്മൾ ആദ്യം ചൂടാക്കിയ എണ്ണ ലാസ്റ്റ് ആകുമ്പോഴേക്കും ബാക്കിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാനിപ്പൂരിക്കുള്ള പൂരിയൊക്കെ പൊരിച്ചിട്ടുണ്ട്. ഇനി വേഗം പാനികൾ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് പാനിപ്പൂരിക്കുള്ള ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിനയില, കുറച്ച് നാരങ്ങ നീരുമാണ് കേട്ടോ നമ്മൾ. നാരങ്ങ നീരിന് പകരം ചിലർ പുളീൻ്റെ നീരൊക്കെ ഒഴിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മറ്റേ മധുര ചട്നിക്ക് വേണ്ടിയിട്ടാണ് പുളി ഒഴിക്കുന്നത്. ഇതിലേക്ക് ഇത്തിരി നാരങ്ങ നീര് ഒറ്റിച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ബാക്കി വെള്ളമൊക്കെ നന്നായിട്ട് ആഡ് ചെയ്ത് നമുക്കിങ്ങനെ ഒരു കൺസിസ്റ്റൻസി, ഇതൊരു ഭയങ്കര കുത്തലാവും നല്ല ടൈറ്റിലായി. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നീട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പുളിവെള്ളം ഒഴിക്കാണ്ട് ഒരു അരമുറി നാരങ്ങ നീരും കുറച്ച് വിനിഗറും ഉപ്പുമാണ് ആഡ് ചെയ്തത്. പിന്നെ നമ്മൾ ഇതിൽ പൊടികളായിട്ട് ആഡ് ചെയ്യണത് ചാറ്റ് മസാലയാണ്. അപ്പം ഇതും മറക്കരുത്. അപ്പം ഇത്രയും സാധനങ്ങൾ അരിച്ചെടുത്തതിലേക്ക് ഉപ്പ്, ചാറ്റ് മസാല, ഒരിത്തിരി വിനിഗറും ഒരിത്തിരി നല്ല ജീരകം പൊടിച്ചതുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കൂടാതെ നമ്മൾ അതിലേക്ക് കുറച്ച് പൂന്തിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വാങ്ങിയതുണ്ടെങ്കിലോ ഇട്ട് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് സ്വീറ്റ് ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഫസ്റ്റത്തെ ചട്നിയിലോട്ട് പുളി അത്ര വയ്ക്കാഞ്ഞത്. പിന്നെ മധുരത്തിനായിട്ട് നമ്മൾ ഇതിലേക്ക് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടി, എരിവിന് വേണ്ടിയിട്ട് ഇതിലോട്ട് നമ്മൾ മുളക് പൊടിയാണ്, നേരത്തെ നമ്മൾ പച്ചമുളകല്ല ആഡ് ചെയ്തത്. പിന്നെ നമ്മുടെ ജീരകപ്പൊടിയും സെയിം ചാറ്റ് മസാലയും ഇട്ട് കൊടുക്കുന്നത്. എല്ലാത്തേക്കും ചേർക്കുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല. ചാറ്റ് മസാല, നല്ല ജീരകപ്പൊടി. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കട്ടെടുത്തതാണ്. കാരണം ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പാനിയായിട്ട് ഈ 2 ചട്നി മാത്രമാണ് ഒഴിക്കുന്നത്, സോസൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടും അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ് വേഗം തുടങ്ങാം കേട്ടോ. ഇതിലേക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസും ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചത് ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചത് എടുക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ അത് പുഴുങ്ങുന്നത്. അതൊന്നും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കിട്ടാത്തത്. കുറച്ച് ഓവർ കുക്കായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ വെള്ളക്കടല ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മല്ലിയില,
അത്യാവശ്യത്തിലധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു ഐറ്റംസ് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഐറ്റംസിൽ കൂടുതൽ ആ ചാറ്റിൻ്റെയും അതേപോലത്തെ മല്ലിയിലേൻ്റെ ഫ്ലേവറല്ലേ നിൽക്കേണ്ടത്. അതുകൊണ്ട് അതും നന്നായിട്ട് ഇട്ട് കൊടുക്കുക. വലിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് പച്ചയോടുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. ആ ക്രഞ്ചിനെസ് ഫീൽ ചെയ്യാനാണ് കേട്ടോ. അപ്പം ഇത്രയും ഐറ്റംസാണ് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം. സെയിം നമ്മൾ ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പൊക്കെ നിങ്ങൾ ചാറ്റ് മസാല ഇടുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ആവശ്യത്തിന് കുറച്ച് പുളിയും ഉപ്പൊക്കെ ഉള്ള ഐറ്റമാണ് കേട്ടോ അത്. അതുകൊണ്ട് ആദ്യം തന്നെ പോയിട്ട് ഉപ്പിട്ട് കൊടുക്കണ്ട. ഈ ചാറ്റ് മസാലയും ഈ നല്ല ജീരകപ്പൊടിയും കുറച്ച് മുളകും പൊടിയും ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നോക്കുക. കാരണം ഗ്രീൻ പീസിലും കിഴങ്ങിലും നമ്മൾ ഓൾറെഡി അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഉപ്പിടേണ്ടത്. പലപ്പോഴും ഏറിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ പുളി ഇല്ല തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി നാരങ്ങ നീര് ഒഴിക്കാം. ചാറ്റ് മസാല ആഡ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ മെയിൻ മിക്സിൻ്റെ റെസിപ്പി. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെ ഫില്ല് ചെയ്ത് കഴിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചീച്ച് ഇങ്ങനെ എടുത്തേക്കാണ്. ഞാൻ ചട്നിയൊക്കെ കുറച്ച് അധികം ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മളെ കയ്യിൽ മിക്സർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോൺഫ്ലേക്സ് ആണ് ഇടുന്നത് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട്. അപ്പം ഈ സ്വീറ്റ് ചട്നി ഉണ്ട്, അതേപോലെ തന്നെ ഗ്രീൻ ചട്നി ഉണ്ട്, നമ്മുടെ കോൺഫ്ലേക്സ്, നമ്മുടെ പൂരി, അതിലോട്ട് നമ്മൾ കിഴങ്ങിൻ്റെ ഫില്ല് വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങളിത് ഫില്ല് ചെയ്യുമ്പോൾ ഒരു കാര്യം, അപ്പം തന്നെ പോയിട്ട് പാനികളൊന്നും ഒഴിക്കരുത്. കഴിക്കാനാവുമ്പോൾ മാത്രം ഒഴിക്കുക. ഫില്ല് ചെയ്ത് വെക്കുന്നത് കുറച്ച് നേരം വെച്ചാലും അത്രയൊന്നും കുതിരാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഗ്രീൻ ചട്നി കൂടുതലായിട്ട് കുട്ടികൾക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് ഗ്രീൻ ചട്നി കേട്ടോ. ചിലവർ ഗ്രീൻ ചട്നിക്ക് നമുക്ക് വേണമെങ്കിൽ ഷുഗർ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഞാനിതിങ്ങനെ ഫില്ല് ചെയ്യുകയാണ്. ഫില്ല് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അത് നിറച്ചിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം പാനിയും അത് നിറച്ച് ഫില്ല് ചെയ്യുമ്പോൾ നമ്മളിത് ഒരു വായ്ക്ക് കഴിക്കേണ്ട സാധനമല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കഴിക്കാൻ പറ്റാത്ത രീതിയിലായി പോകും. ഈ ഒരു പൂരിയിൽ ഇങ്ങനത്തെ പൂരി നിങ്ങൾ വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിട്ടോ. പൂരി ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. നല്ല സോഫ്റ്റായിട്ടൊക്കെ പോകും പിന്നെ ആ ഒരു പൂരി. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വെറും സ്വീറ്റ് ചട്നി മാത്രം ഒഴിച്ചിട്ടാട്ടോ കൊടുത്തത്. കുട്ടികളെന്ന് പറഞ്ഞാൽ തക്കുടൂനാണ്. അപ്പോൾ നമുക്ക് ഓനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്തിപ്പിക്കാം. അതേപോലെ തന്നെ അല്ലുവിനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ഇവ ഫുള്ളായിട്ട് കഴിക്കണതാണ്. പക്ഷേ ഇത് സൈസ് കുറച്ച് കൂടിയതുകൊണ്ട് ഓൻ്റെ വായിലോട്ട് കറക്റ്റ് പോകണില്ല. അപ്പോൾ ഇത്ര ഈസി ആയ ഒരു സാധനത്തിനാണ് നമ്മൾ പലപ്പോഴും പുറത്തുനിന്ന് കഴിക്കുമ്പോൾ, റെസ്റ്റോറൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ വൃത്തിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ എനിക്ക് കുറേ തവണ ഇത് വാങ്ങി തരാതെ നിന്നിട്ടുണ്ട് കേട്ടോ ഹസ്ബൻഡൊക്കെ. അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഇത് പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ പോകണില്ല. ഇത്രയും നീറ്റായിട്ട് എളുപ്പത്തിൽ ഇത്രയും ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നീറ്റല്ലാത്തതൊക്കെ അവിടെ പോയിട്ട് കഴിക്കണത് അല്ലേ. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പം ഈവനിങ് എന്തെങ്കിലും സ്നാക്ക് വേണമെന്ന് പറയണതിന് പകരം തക്കുട അല്ലും ഒക്കെ ഞങ്ങൾക്ക് പാനിപൂരി വേണമെന്നാണ് കേട്ടോ പറയണത്. ഇത് ഉണ്ടാക്കി അഡിക്റ്റ് ആവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ പൊരിക്കടി ആയതുകൊണ്ട് എന്നൊന്നും കൊടുക്കൂല. മക്കൾക്കൊക്കെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളായിരുന്നു? ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കാരണം കൂടി പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കൂടി പ്ലീസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.